ഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ പകൽ സമയത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും. വളരെ അപൂർവമായി മാത്രമേ മഴ പെയ്യുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ അസ്വാഭാവികമായി ഒന്ന് സംഭവിക്കുന്നുണ്ട്. ദുബായ് മരുഭൂമിയുടെ ആകാശത്ത് മേഘങ്ങൾ ഇരുണ്ടുകൂടുകയും മഴ പെയ്യുന്നുമുണ്ട്. എന്നാൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, മഴ പെയ്യിക്കുന്നതാണ്. സ്ഫടികങ്ങളുടെയും മരുഭൂമിയുടെയും പട്ടണമെന്നറിയപ്പെടുന്ന ദുബായ് അവർക്ക് അപൂർവമായി കിട്ടിയിരുന്ന മഴ ഇടയ്ക്കിടെ വരുത്തുവാൻ പഠിച്ചു. പ്രകൃതിയെ തന്നെ അവരുടെ വഴിക്ക് വരുത്തിയത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ദീർഘദൃഷ്ടിയുടെയും സഹായത്തോടെ ആയിരുന്നു. അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായ ദുബായ് ലോകത്ത് തന്നെ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്ന ഒരു സ്ഥലമാണ്. ലണ്ടനിൽ ഒരാഴ്ചയിൽ കിട്ടുന്ന മഴയായ 100 മില്ലിമീറ്റർ മഴ പോലും ഒരു വർഷം ദുബായിൽ കിട്ടുന്നില്ല. എന്നാൽ ഈ രാജ്യം ലോകത്തിന്റെ തന്നെ ഒരു പ്രധാന മേഖലയായി, അതായത് വലിയ കെട്ടിടങ്ങൾ കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് താമസക്കാരെ കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും ഒരു ആഗോള ഹബ്ബായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തിന് ആവശ്യമായ വെള്ളം അവരുടെ എണ്ണ സമ്പത്ത് കൊണ്ടോ വ്യവസായങ്ങൾ കൊണ്ടോ വാങ്ങുവാൻ കഴിയില്ല. വർഷങ്ങളായി കടൽ വെള്ളത്തിലെ ഉപ്പ് മാറ്റി ഡീസാലിനേഷൻ വഴിയാണ് വെള്ളം ഇവിടെ ഉപയോഗിക്കുന്നത്. അത് പ്രയോജനകരമാണെങ്കിലും വലിയ ചിലവാണ് അതിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വന്തമായി മഴ പെയ്യിക്കുക എന്ന ഒരു പദ്ധതി അവിടുത്തെ ശാസ്ത്രജ്ഞർ തന്നെ മുൻപോട്ട് വെച്ചു. അതിനായി അവർ ചെയ്തത് ക്ലൗഡ് സീഡിംഗ് തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ വർഷങ്ങൾ കൊണ്ട് പുതുക്കി ഇപ്പോൾ അത് ഫലവത്തായി നടപ്പാക്കുവാൻ കഴിയുന്നുണ്ട്. ചെറിയ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലൗഡ് സീഡിംഗ് നടക്കുന്നത്. മഴമേഘങ്ങളിൽ ജലം നീരാവി രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ അത് വെള്ളത്തിന്റെ തുള്ളികളായി മാറുവാൻ ചില കണികകളുടെ സാന്നിധ്യം വേണ്ടതായി ഉണ്ട്. ദുബായ് മരുഭൂമിയുടെ മുകളിൽ മഴമേഘങ്ങൾ വരുന്നുണ്ടെങ്കിലും പ്രദേശത്ത് അത് പെയ്യുവാൻ സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കാറ്റ് അതിനെ കൊണ്ടുപോകും. എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് വിമാനത്തിൽ മേഘങ്ങൾക്ക് മീതെ പറന്ന് സിൽവർ അയഡൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് വിതറും. ഇതൊരു വിത്ത് പോലെ പ്രവർത്തിച്ചിട്ട് അത് വീണ നീരാവി വെള്ളത്തുള്ളികളായി മാറും. തുടർന്ന് റിയാക്ഷൻ വേഗത്തിലാകും. വെള്ളത്തുള്ളികൾക്ക് കനം ഉണ്ടാകുന്നതോടെ മഴയായി താഴേക്ക് വീഴും. UAE-യിൽ ഇത് ചെയ്യാനായി എല്ലാ വർഷവും ഒരു നിശ്ചിത തുക മാറ്റിവെച്ചിട്ടുണ്ട്. തിയറിക്ക് അപ്പുറം ക്ലൗഡ് സീഡിംഗ് സ്ഥിരമായി ചെയ്ത് പ്രയോജനം നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി UAE-യിൽ ഉള്ളത്. ക്ലൗഡ് സീഡിങ്ങിനായി വിമാനം പറന്നുയരുന്നത് അൽ ഐൻ വിമാനത്താവളത്തിൽ നിന്നാണ്. വിതറുവാനുള്ള ഉപ്പുകൾ നിറച്ചാണ് വിമാനം പുറപ്പെടുന്നത്. മഴമേഘങ്ങളെ കണ്ടെത്തുകയും അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിതറുകയും ചെയ്യും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മഴമേഘം ഇരുണ്ടു മൂടുകയും ആ പ്രദേശത്ത് മഴ പെയ്യുകയും ചെയ്യും. മഴ വർദ്ധിപ്പിക്കുവാനായി ലോകത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതി നടപ്പാക്കുന്നത് UAE-യുടെ കാലാവസ്ഥാ പഠന കേന്ദ്രമാണ്. ആധുനിക റഡാറിന്റെയും സാറ്റലൈറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വിമാനവും പറന്നുയരുന്നത്. ഓരോ വർഷവും ഡസൻ കണക്കിന് ഇത്തരം മിഷനുകൾ നടത്തുന്നുണ്ട്. 2015 മുതൽ ഇതിന്റെ ഗവേഷണത്തിനായി തന്നെ UAE $15 ദശലക്ഷം ചിലവഴിച്ചത്. UK-യിലും USA-യിലും ഒക്കെയുള്ള സർവകലാശാലകളിലുള്ള ശാസ്ത്രജ്ഞർ ഇതിന്റെ ഗവേഷണത്തിൽ പങ്കുവഹിച്ചു. മഴ പെയ്യിക്കുക എന്നതിലുപരി കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുന്നതിനൊപ്പം സമയബന്ധിതമായി നടത്തുക എന്ന ലക്ഷ്യം ആയിരുന്നു ഉള്ളത്. മുൻപ് ചെയ്തിരുന്ന രീതിയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുമ്പോൾ റിസൾട്ട് കിട്ടാതെ വന്നിരുന്നു. കൃത്യമായ താപനിലയും ഈർപ്പവും ഉണ്ടാകണം. ഒപ്പം മികച്ച മഴമേഘങ്ങൾ കണ്ടെത്താനുമാകണം. എങ്കിൽ മാത്രമേ മികച്ച രീതിയിൽ മഴ പെയ്യിക്കുവാനാകുകയുള്ളൂ. ക്ലൗഡ് സീഡിംഗിന്റെ പുതിയ വെർഷൻ എന്ന നിലയിൽ ഇലക്ട്രിക് സീഡിംഗ് എന്നൊരു പുതിയ സാങ്കേതിക വിദ്യയും ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. കെമിക്കൽ പൗഡറുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. മേഘങ്ങളിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജ് നൽകിയാൽ മതി. ഒപ്പം പഴയ പോലെ വിമാനങ്ങളുടെ ആവശ്യമില്ല. ഡ്രോണുകൾ ഈ ഇലക്ട്രിക് സീഡിങ്ങിനായി ഉപയോഗിക്കാം. ഇലക്ട്രിക് സീഡിംഗ് നടക്കുന്നത് ഇങ്ങനെയാണ്. പോസിറ്റീവ് ചാർജുള്ള വെള്ളത്തുള്ളികൾ നെഗറ്റീവ് ചാർജുള്ള വെള്ളത്തുള്ളികളുമായി ചേരുവാൻ സഹായിക്കുന്നു. അതുവഴി വെള്ളത്തുള്ളികൾക്ക് കനമുണ്ടാകുകയും താഴേക്ക് വീഴുകയും ചെയ്യുന്നു. വിമാനം പറത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചിലവും മലിനീകരണവും ഇതുവഴി ഒഴിവാക്കാം. ഒപ്പം നിർമ്മിത ബുദ്ധി അനുസരിച്ച് കാലാവസ്ഥ മനസ്സിലാക്കി ഈ ഡ്രോണുകൾക്ക് തനിയെ പ്രവർത്തിക്കുവാനും കഴിയും. UAE-യുടെ കാലാവസ്ഥ പഠന കേന്ദ്രമായ നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി പുറത്തുവിട്ട രേഖ പ്രകാരം വർഷം 200-ലധികം ക്ലൗഡ് സീഡിംഗ് മിഷനുകൾ നടക്കുന്നുണ്ട്. ഇതുവഴി 30% വരെ മഴ വർദ്ധിപ്പിക്കുവാൻ കഴിയും. റസ് അൽ ഖൈമയിലും അൽ ഐനിലും കർഷകർക്ക് ഈ മഴ പ്രയോജനപ്പെട്ടു. ദുബായിൽ യാദൃശ്ചികമായി മഴ കിട്ടിയിരുന്നിടത്ത് ഇന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവിടെ മഴ പെയ്യുന്നത്. ഈ മാറ്റങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഉയരുന്നുണ്ട്. കൃത്യമായ മഴ പെയ്യും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാലാവസ്ഥ മാറ്റത്തിനും കാരണമായേക്കാമെന്നാണ് വിമർശകരുടെ വാദം. ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുവാൻ വലിയ ചിലവുള്ളപ്പോൾ ഈ കൃത്രിമ മഴയ്ക്ക് ഉള്ള ചിലവ് അനാവശ്യമാണെന്ന് ചിലർ പറയുന്നു. പക്ഷേ UAE-യെ സംബന്ധിച്ചിടത്തോളം ഇത് അതിജീവനത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയെ നിയന്ത്രിക്കുകയല്ല, പ്രകൃതിയുമായി സഹകരിക്കുകയാണ് എന്നാണ് അവരുടെ വാദം. രാജ്യത്തെ സ്ഥായിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പങ്കുപാത്രമാണ് ഈ മഴ നിർമ്മാണ പദ്ധതി വഹിക്കുന്നത്.
പുനരുപയോഗ ഊർജ്ജം, ഗ്രീൻ ഹൗസുകൾക്കുള്ളിലെ വെർട്ടിക്കൽ ഫാമിംഗ്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിക്കുള്ളിലേക്ക് തന്നെ മാറ്റുന്ന കാർബൺ ക്യാപ്ചർ എന്നിവയും ഇവിടെ വ്യാപകമായി ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ പരിമിതികൾ അംഗീകരിക്കാതെ അതിനെ മറികടക്കാനുള്ള ദുബായിയുടെ പദ്ധതിയാണ് ഈ മഴ നിർമ്മാണ പദ്ധതി. കടലിൽ കൃത്രിമമായി ദ്വീപുകൾ ഉണ്ടാക്കുകയും സോളാർ ഊർജ്ജം കൊണ്ട് പട്ടണത്തെ മുഴുവൻ പ്രകാശഭരിതമാക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ പദ്ധതികൾ ലോകത്തിന് തന്നെ അപൂർവമായ രീതികളാണ്. കാലാവസ്ഥ മാറ്റം കൊണ്ട് ലോകത്ത് വിവിധ ഭാഗങ്ങൾ ജലദൗർലഭ്യം നേരിടുമ്പോൾ അസാധ്യമായ സാഹചര്യങ്ങളിൽ നിന്നാണ് UAE അവർക്കുള്ള വെള്ളം കണ്ടെത്തുന്നത്. ദുബായിൽ മഴ പെയ്യുമ്പോൾ അത് സ്വാഭാവിക മഴയാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട് എങ്കിൽ അത് കമന്റ് ചെയ്യുക. എന്നാൽ കൃത്രിമ മഴയെക്കുറിച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും അറിയിക്കാം. ചവറുകൾ ഇറക്കുമതി ചെയ്ത് വൈദ്യുതി ആക്കി മാറ്റുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അടുത്ത വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.